ഹായ് ഹോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന്റെ ജസ്റ്റ് ഒരു PPT പ്രസന്റേഷൻസ് നോക്കാം. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? വാട്ട് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റിനെയാണ് എന്ത് പറയാ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിളിലൂടെ നമുക്ക് നടക്കാം. അതായത് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പാരന്റ്സ് ഉണ്ടാവില്ലേ? ഒരു ഫാദർ ഉണ്ടാവും, ഒരു മദർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു കമ്പനിക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞാലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞാലും. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഒരു കമ്പനി ഒരുപാട് ഒബ്ജക്റ്റീവ്സോട് കൂടിയിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നത് അല്ലെ? അതായത് അവരുടെ റൈറ്റ്സുകള്, പ്രിവിലേജസുകള്, പവേഴ്സുകള്, അവകാശങ്ങള്, പ്രത്യാവകാശങ്ങള്, അധികാരങ്ങൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് എന്ത് പറയാ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഉള്ളത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് എന്ന് പറയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കമ്പനി, ദി ഔട്ട്സൈഡേഴ്സും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോംസ് ഓഫ് മെമ്മോറാണ്ടം. ഫോംസ് ഓഫ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് കമ്പനി ഉണ്ട് അല്ലെ? പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കമ്പനീനെയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് എന്ത്? അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഉള്ള ഒരു കമ്പനീനെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. അപ്പൊ ഇതിൽ പലതരത്തിലുള്ള ഫോമുകളുണ്ട്. ടാബിൾ എ, ടാബിൾ ബി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോംസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഫോമിലും വരുന്ന കമ്പനീസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ടാബിൾ എ. ടാബിൾ എയിൽ വരുന്ന കമ്പനി എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അതായത് ലിമിറ്റഡ് ഷെയർസ് ഉള്ള കമ്പനീസ് ആണ് ടാബിൾ എയിൽ വരുന്നത്. ടാബിൾ ബിയിൽ വരുന്നത് ദി കമ്പനി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ എ ഗ്യാരണ്ടി. അതായത് ഷെയർ ക്യാപിറ്റൽസും ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യാത്ത കമ്പനീസ് ആണ് ടാബിൾ ബി വരിക. ടാബിൾ സി കമ്പനി വിത്ത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ലിമിറ്റഡ് ബൈ ദി ഗ്യാരണ്ടി. ഗ്യാരണ്ടീസും അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽസും ഉള്ള കമ്പനീസ് ആണ് എന്ത്? ടാബിൾ സിയിൽ വരിക. ടാബിൾ ഡി ദി കമ്പനി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് അൺലിമിറ്റഡ് ലാബിലിറ്റി. അൺലിമിറ്റഡ് ലാബിലിറ്റീസും ഷെയർ ക്യാപിറ്റൽസും ഇല്ലാത്ത കമ്പനീസ് ആണ് എന്ത്? ടാബിൾ ഡിയിൽ വരുന്നത്. ടാബിൾ ഇ എ കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് അൺലിമിറ്റഡ് ലാബിലിറ്റി. അൺലിമിറ്റഡ് ലാബിലിറ്റീസും ഷെയർ ക്യാപിറ്റൽസും ഉള്ള കമ്പനീസ് ആണ് എന്ത്? ടാബിൾ ഇയിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് ഫോംസ് ഓഫ് മെമ്മോറാണ്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടാബിൾ എ, ടാബിൾ ബി, ടാബിൾ സി, ടാബിൾ ഡി, ടാബിൾ ഇ. ഇതിൽ വരുന്ന അണ്ടറിൽ വരുന്ന കുറച്ച് കമ്പനീസുകളാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് എന്ത്? കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിന്റെ കണ്ടന്റ്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് നെയിം ക്ലോസ്. എന്താണ് നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നെയിംസ് ഒക്കെ കൊടുക്കുന്നത്? നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നെയിംസുകൾ കൊടുക്കുന്നത് അല്ലെ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ടാവും. അവർക്ക് നമ്മൾ ഓരോ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓരോരുത്തരെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നെയിംസുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നെയിം ക്ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. ആദ്യം നമ്മളെ കമ്പനീസിന് നമ്മൾ എന്ത് കൊടുക്കണം? നല്ലൊരു നെയിം കൊടുക്കണം. നെയിം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം. നെയിം കൊടുക്കുമ്പോൾ ഇതിന്റെ മുന്നേ ആരെങ്കിലും കൊടുത്ത നെയിമോ അതില്ലെങ്കിൽ ഇതിന്റെ മുന്നേ ആരെങ്കിലും രജിസ്റ്റർ ചെയ്ത നെയിമോ പാടില്ല.
അതായത് മുന്നാരെങ്കിലും കൊടുത്ത നെയിമോ മുന്നാരെങ്കിലും രജിസ്റ്റർ ചെയ്ത നെയിമോ പാടില്ല. അല്ലാതെ വേറെ ഏതെങ്കിലും നെയിംസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നെയിംസുകൾ കൊടുക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് പബ്ലിക് കമ്പനീസിന് നെയിംസ് കൊടുക്കുമ്പോൾ ലിമിറ്റഡ് എന്നും കൂടി ആഡ് ചെയ്യണം. പ്രൈവറ്റ് കമ്പനീസിനാണ് നമ്മൾ നെയിംസ് കൊടുക്കുന്നതെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് ഇപ്പൊ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനീസിന്റെ പേര് പബ്ലിക് കമ്പനിയാണത്. പബ്ലിക് കമ്പനി ആണെങ്കിൽ എ ലിമിറ്റഡ് എന്നും, എ എന്ന് പറയുന്ന കമ്പനി പ്രൈവറ്റ് ആണെങ്കിൽ എ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കൂടി എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നെയിം ക്ലോസിൽ പറയുന്നത്. ഈ നെക്സ്റ്റ് കണ്ടന്റ് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്? അതായത് ഈ മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടുള്ള ആളുകളെ നെയിമും അഡ്രസ്സും ആണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഇൻക്ലൂഡ് വ്യക്തമാക്കേണ്ടത്. ഏതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്, അവരെ നെയിം അവരെ അഡ്രസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഇതിൽ വ്യക്തമാക്കേണ്ടത്. അതുപോലെ മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മിനിമം ഒരു ഷെയർസ് എങ്കിലും ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. മെമ്മോറാണ്ടത്തിലുള്ള സബ്സ്ക്രൈബേഴ്സിന് മിനിമം ഒരു ഷെയർസ് എങ്കിലും ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അതിപ്പോ പബ്ലിക് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7%, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2% ഉണ്ടായിരിക്കണം. അതാണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്യുമ്പോൾ ആ കമ്പനീസിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടാവും അല്ലെ. എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമാക്കാം. ഞാനിപ്പോ ഇന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അത് എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ പർപ്പസുകൾ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അതിൽ വ്യക്തമാക്കണം. ഈ വ്യക്തമാക്കിയിട്ടുള്ള ഒബ്ജക്റ്റ് ക്ലോസ് എന്താണോ അതിൽ യാതൊരുവിധ മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വരുത്തുകയാണ് തന്നെ വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ ഒബ്ജക്റ്റ് ക്ലോസിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത്. അതാണ് എന്ത്, ഒബ്ജക്റ്റ് ക്ലോസ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പനി ഫ്യൂച്ചറിൽ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്ത എ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഭാവിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, 2-3 ബിസിനസ്സുകളാവാം ആ കമ്പനിയിൽ തന്നെ. പക്ഷെ അതൊക്കെ എന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് യാതൊരുവിധ ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറഞ്ഞ ബിസിനസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സ്ട്രാ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ അവർ എത്രത്തോളം ക്യാപിറ്റൽസ് ആണ് അവർ റേസ് ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്തിരിക്കണം. ഒരു കമ്പനി എത്ര മാക്സിമം അമൗണ്ട്, എത്രത്തോളം ക്യാപിറ്റൽസ് ആണ് അവർ റേസ് ചെയ്യുന്നത്, എത്ര മാക്സിമം അമൗണ്ട് ഓഫ് ക്യാപിറ്റൽസ് ആണ്, ഓഹരി മൂലധനമാണ് അവർ എന്ത് ചെയ്യുന്നത്, റേസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ അവര് റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽസ്, അതുപോലെ ഷെയർസുകൾ, അതൊക്കെ എങ്ങനെ ഏത് രീതിയിലാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത് എന്നും കൂടി എന്ത് ചെയ്യണം, ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റി ക്ലോസ്. ഈ ലയബിലിറ്റി ക്ലോസിന്റെ വേർഡ് തന്നെ ഉണ്ടാവും എന്താണ് ലയബിലിറ്റി എന്ന് അല്ലെ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ലയബിലിറ്റി മീൻസ് ബാധ്യത അല്ലെ. അതായത് ഇപ്പോ ഒരു കമ്പനീസിലുള്ള മെമ്പേഴ്സിന്റെ ബാധ്യതകൾ, അവർക്ക് എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, വ്യക്തമാണ്. ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു 7 ആണുള്ളത് എങ്കിൽ, മെമ്പേഴ്സ് ആണുള്ളത് എങ്കിൽ അവർക്ക് എത്രത്തോളം ബാധ്യതകളാണ്, ലയബിലിറ്റീസ് ആണുള്ളത് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കണം. അവരെ ലയബിലിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്നത് ഷെയർസോ അല്ലെങ്കിൽ ഗ്യാരണ്ടിയോ വെച്ചിട്ടായിരിക്കും അവരെ ലയബിലിറ്റീസിനെ അവരെന്ത് ചെയ്യുന്നത്, ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിലുള്ളത്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന്റെ ഫോംസ് എന്താണ്, അതിന്റെ കണ്ടന്റ്സ് എന്താണ്, ഈ 3 കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ പറഞ്ഞു, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞത്.
അപ്പൊ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്താവും? സെക്കൻഡ് നമ്മൾ കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇന്റേണലി റൺ ചെയ്യുന്ന ഒരു കമ്പനീസിന്റെ റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് എന്ത് പറയാ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്ന് പറയാം. അതായത് ഇന്റേണലി റൺ ചെയ്യുന്ന ഒരു കമ്പനീസിന്റെ റൂൾസുകൾ, നിയമങ്ങള്, നടപടികള്, ചട്ടങ്ങൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു രേഖയാണ് എന്ത് പറയാ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് 2-3 പോയിന്റ്സും കൂടി മീനിങ് ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മളെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. സെക്കൻഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാണ് എന്ത്? നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്ൻസ് ബൈ ലോസ് ഓർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇവരെ റൂൾസ് റെഗുലേഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനീസിന്റെ ഇന്റേണൽ മാനേജ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രാഡിക്റ്റ് വിത്ത് ദി കമ്പനീസ് ആക്ട് ഓർ MOA. അതായത് കമ്പനീസ് ആക്ടിനും അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിനും എന്ത് ചെയ്യാൻ പാടില്ല? യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന രീതിയിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിനും അതുപോലെ തന്നെ കമ്പനി ആക്ടിനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിനും യാതൊരുവിധ കോൺട്രാഡിക്റ്റും ചെയ്യാൻ പാടില്ല. അടുത്തൊരു ടോപ്പിക്കാണ് കണ്ടന്റ്സ് ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ്. അതായത് ആർട്ടിക്കിൾസിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിന്റെ കണ്ടന്റുകൾ നോക്കി. അടുത്തതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിന്റെ കണ്ടന്റുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ബിസിനസ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയിൽ നമ്മളിപ്പോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കണം. അത് നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഷെയർസ്, എത്ര ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ നമ്പേഴ്സ്, അതുപോലെ തന്നെ ആ ഒരു ഷെയറിന്റെ വാല്യൂ. അടുത്തതായിട്ട് പറയും ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസ്, അതായത് പ്രിഫറൻസ് ഷെയർസ് പലതരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അതായത് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് എന്താ? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഉണ്ട്. അതിൽ ഏതൊക്കെ പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നതും കൂടി എന്ത് ചെയ്യണം? ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അടുത്താണ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുള്ള ഷെയർസുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോട്ട് ചെയ്യുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ ആ ഷെയറിനെ അലോട്ട് ചെയ്യുന്നത്? അതും ഇതിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. കോൾ ഓൺ ഷെയർ, ഏതൊക്കെ ഷെയറിനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്? ഫസ്റ്റ് കോൾ ആണോ സെക്കൻഡ് കോൾ ആണോ എന്നും ഇതിൽ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് കണ്ടന്റ്സ് ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയും. നമ്മൾ മെമ്മോറാണ്ടത്തിന്റെ എന്ത് പഠിച്ചു? കണ്ടന്റ്സ് പഠിച്ചു അല്ലെ? നെയിം ക്ലോസ്, അതുപോലെ ഒബ്ജക്ട് ക്ലോസ് ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഒരു കണ്ടന്റ്സ് ആണ് എന്ത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിന്റെ കണ്ടന്റ്സ് ആണ് എന്ത്? ഈ പറഞ്ഞതൊക്കെ കേട്ടാ. കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു 4 പോയിന്റ് ഇപ്പൊ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അടുത്തൊരു ടോപ്പിക് ആണ് എന്ത്? രജിസ്ട്രേഷൻ ഓഫ് AOA. AOA എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിന്റെ ഷോർട്ട് ആണ് AOA. അതായത് ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആണ് പ്രിന്റഡ്. അതായത് അതൊരു പ്രിന്റഡ് ഫോമിലായിരിക്കണം. നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊരു പ്രിന്റഡ് ഫോമിലായിരിക്കണം. ഡിവൈഡഡ് ഇൻടു പാരഗ്രാഫ് ആൻഡ് നമ്പേർഡ് കൺസിക്യൂട്ടീവ്ലി. അതായത് നമ്മൾ എടുത്തുള്ള ആ പ്രിന്റഡ് ഫോം അത് ഡിവൈഡ് ചെയ്യേണ്ടത് പാരഗ്രാഫ് ആക്കിയിട്ട് നമ്പേഴ്സ് ആക്കി. ഓരോ പാരഗ്രാഫിനും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടാണ് ആ പ്രിന്റഡ് ഫോമിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും എന്ത് ചെയ്യണം?
സൈൻ ചെയ്യണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ്സോട് കൂടിയിട്ടായിരിക്കണം എന്ത് ചെയ്യാൻ സൈൻ ചെയ്യേണ്ടത്. അതായത് മെമ്മോറാണ്ടത്തിൽ ആരൊക്കെ സൈൻ ചെയ്തു അവരെല്ലാവരും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സൈൻ ചെയ്യണം. ഇത്രയും ഈ 3 സിമ്പിൾ പോയിന്റ്സ് ആണ് രജിസ്ട്രേഷൻസ് ഓഫ് AOA ഉള്ളത്. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അതായത് ഒരു ജനറൽ മീറ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻസ് പാസ് ചെയ്യണം. ആദ്യം സ്പെഷ്യൽ റെസൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ആ പാസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ റെസൊല്യൂഷന്റെ കോപ്പി നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. അതായത് നമ്മളെടുത്തുള്ള സ്പെഷ്യൽ റെസൊല്യൂഷന്റെ കോപ്പി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആർട്ടിക്കിളിൽ ആൾട്രേഷൻ വരുത്തിയത്, അതിന്റെ ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റും കൂടി ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾട്രേഷൻ ചെയ്തിട്ടുള്ള ആ ആർട്ടിക്കിൾസ് വിത്തിൻ 3 മന്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർക്ക് ഫയൽ ചെയ്തിരിക്കണം. അതായത് ഓൾട്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ആർട്ടിക്കിൾ 3 മന്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. അതായത് എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ്, അതുപോലെ തന്നെ അതിന്റെ കണ്ടന്റ്സുകൾ എന്തൊക്കെയാണ്, അതിന്റെ രജിസ്ട്രേഷൻസ് എങ്ങനെയാണ്, അതിന്റെ ഓൾട്ടറേഷൻസ് എങ്ങനെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.